വരുമോ നീ തിങ്കളേ തിങ്കളേ. മകളെ ഒത്തിരി സ്നേഹിച്ചൊരച്ഛന, പച്ചയായ മനുഷ്യന, പച്ചയായ മനുഷ്യൻ. എന്റെ വേദന അത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചോട്ടെ. തളർന്നൊടിഞ്ഞ് മകളെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വ്യസനിച്ചിരിക്കുകയല്ല വേണ്ടത്. ചിഞ്ചുമോളെ കൊന്നത് ആരാന്ന് വെച്ചാ അയാളെ കണ്ടെത്തുകയാ വേണ്ടത്. അവളെ ആ ദേവികയെ രക്ഷപ്പെടുത്താനാ പോലീസിന്റെ നീക്കം. നീ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി നിൽക്കാതെ ചെന്ന് ചോദിക്ക്, എന്തിനാ ദേവികയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നതെന്ന്. അതെ, അത് ചോദിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. എടാ, നീ ഒരു സബ് കളക്ടറാ. നിന്റെ അധികാരം ഉപയോഗിച്ച് പോലീസിനെ മുള്ളയിൽ നിർത്തണം. ദേവിക എന്ന ആ പിശാചിനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരണ്ടല്ലോ നിനക്ക് ഞാന്. വേണ്ട ബോസ്. എന്നാല് ഇങ്ങനെ തുടങ്ങിക്കാം. ഓക്കെ. അങ്ങനെ മറിച്ച് എന്താടാ പെണ്ണുങ്ങളെല്ലാം ഉപദ്രവിക്കുന്നത് വെച്ചേക്കാൻ പാടുന്നുണ്ടാ? ഇവനെ ഇതാ ഇങ്ങനെ തച്ച് അടിച്ച് പൊട്ടിക്കണ്ടേ? എന്താടാ എടാ, ഇത് പൊട്ടുന്നത് നീ കണ്ടിട്ടുണ്ടാ? രജനികാന്തിന്റെ സിനിമയിലല്ല, ജീവിതത്തിൽ പൊട്ടുന്നത് കണ്ടിട്ടുണ്ടാ? കാണാടാ, പൊട്ടിക്കട്ടെ എണ്ണ ഓടുറാ, സുമ്മാ ഓടുറാ. നീ പോയി വണ്ടിയിലേറാ. തമിഴ് സിനിമ കാണാറുണ്ടോ? കണ്ടിട്ടേ ഇല്ല. അതിലെ മാതിരി നായിക രക്ഷിക്കാൻ വന്ന നായകനല്ല ഞാന്, വില്ലനാണെന്ന് വിചാരിച്ചോ അമ്മ? നിങ്ങളാരാ? ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു മാഡം? നമ്മൾ പ്രവർത്തിക്കുന്നതിലല്ലേ കാര്യം. വെറുതെ ഞാൻ സസ്പെൻസ് നീട്ടിക്കൊണ്ട് പോണേ ഇല്ല. ഞാന് ഒരു ഉപകാരി. പ്രത്യേകിച്ച് അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. എന്നെ അന്യനെല്ലാരും പേര് ചൊല്ലിതാൻ കൂപ്പിടുறான். പക്ഷെ ഞാൻ അന്യനല്ല, എല്ലാവർക്കും ரொம்ப അടുപ്പക്കാരൻ. ഏഴകൾക്ക് താഴെ. പിറന്നത് പാലക്കാട്ടെ മണ്ണാടിയാർ കുടുംബത്തില്. അച്ഛൻ വലിയ പേര് കേട്ട ആള്, പെരിയ മണ്ണാടിയാര്. അയാള് ആളുകളുടെ മുഖത്ത് നോക്കി ഭാവി പ്രവചനം നടത്തും. പക്ഷെ ഞാനുണ്ടല്ലോ മകന്, ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് ചാടി. ഞാൻ ആളുകളുടെ കണ്ണിൽ നോക്കി ഭാവി, ഭൂതം, വർത്തമാനോ എല്ലാം പറയൂ. പക്ഷെ അച്ഛന് വലിയ പെരുന്തച്ഛൻ കോംപ്ലക്സ്. അച്ഛൻ പിന്നെ ഞാനുമായി വഴക്കിട്ട് ரொம்ப കശപിശ. അങ്ങനെ ഞാന് ഉലകം ചുറ്റിറങ്ങി. അപ്പോ താങ്കൾ പ്രവാചകനാണല്ലേ? ഓക്കെ, എങ്കിൽ പറയൂ, ആരാ ഞാൻ? എന്തിനാ ഇപ്പൊ ചിരിക്കുന്നെ? ശരി, അവരിൽ നിന്ന് എന്നെ രക്ഷിച്ചു, അതിന് നന്ദിയുണ്ട് എന്ന് കരുതി
ഈ വീമ്പ് പറച്ചില് കേട്ട് ഞാൻ നിൽക്കില്ല. കണ്ണില് നോക്കി ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പ്രവചിക്കുന്ന മഹാൻ എന്റെ കാര്യം ഒന്ന് പറഞ്ഞാട്ടെ. പേരിൽ തന്നെ സർവാഭിഷ്ടകാരി സിദ്ധിപ്രധായിനിയായ ദേവീ കടാക്ഷം. നിയമം നീതി നടപ്പാക്കുന്ന ഉദ്യോഗത്തിൽ വിളങ്ങാൻ യോഗം. ഇണങ്ങിയാൽ വരം നൽകുന്ന വരദായനി. പിണങ്ങിയാൽ വാളെടുക്കും നാറ്റുമ്മണമേൽ ഉണ്ണിയാർച്ച. പക്ഷേ ഇപ്പം കുജന്റെ അപഹാരം കൊണ്ട് ദോഷം. കളവ്, ചതിവ്, കൊലപാതകി. പേര് വീഴാൻ എളുപ്പം. മാനഹാനി, ധനനഷ്ടം, ശത്രുപീഡ. കഷ്ടം. പരിഹാരം ഉണ്ട്. വിരോധമില്ലെങ്കില്, വിശ്വാസമാണെങ്കില് എന്റെ വണ്ടിയിൽ വന്ന് കേറ്. സഹായിക്ക. എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യാം, പരിഹാരം കാണാം. സോറി, പേര് ചോദിച്ചു, ഇതുവരെ പറഞ്ഞില്ല. ശക്തി വടിവേലു സുന്ദര വിനായക കൃഷ്ണമൂർത്തി ശിവഗുരു മണ്ണാടിയാർ. വിരോധമില്ലെങ്കിൽ കൂടെ വരാം. ചുമ്മാ വാമാ. മോളെ വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഛേ, അമ്മ ഇങ്ങനെ പേടിക്കല്ലേ. എന്നെ തേടി വന്ന ആൾക്ക് എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ വരില്ല. ദേവിക അങ്ങനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്മ വാ, നേരം കളയണ്ട. മോളെ വീഴാതമ്മ, പാത്തു പാത്തു വാങ്ങോ. എന്റെ നിഗമനങ്ങൾ തെറ്റാറേ ഇല്ല. മലയാളത്തിലൊരു ചൊല്ലില്ലേ, ചെകുത്താനും കടലിനും ഇടയിലാണെന്ന്. അതുപോലെയാണ് മാഡത്തിന്റെ അവസ്ഥ. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അപരാധിനിന്ന് വിളിക്കപ്പെടുക. കഷ്ടം. എനിക്കിപ്പം മാഡത്തിനോട് സഹതാപമുണ്ട്. പറഞ്ഞു കേട്ടിടത്തോളം ആ കൊച്ചുകുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തിയവനുണ്ടല്ലോ, അവനൊക്കെ ഭീകരനാണ്. അവനൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണം. മാഡത്തിനെ ഈ കാര്യത്തിൽ സഹായിക്കാൻ എനിക്ക് പറ്റിയേക്കുന്ന ഒരു തോന്നല്. നമുക്കാദ്യം ആ കേക്ക് സപ്ലൈ ചെയ്ത ബേക്കറിക്കാരനെ തന്നെ പൊക്കണം. ഒരു പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ? ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങണം. മാഡത്തെ കൊലപാതകിയായി കാണുന്നവരുടെ മുന്നിലേക്ക് നമുക്ക് യഥാർത്ഥ കുറ്റവാളിയെ പിടിച്ച് വലിച്ചെറിയണം. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും ഒരു കുടക്കീഴിൽ. ഓക്കേ? മനുഷ്യ, ഒന്ന് നിന്നേ. എന്താ?
അല്ല നിങ്ങൾ ഇതെങ്ങോട്ടാ? ആ സേതു ഇനി എപ്പോഴാ വരികയെന്ന് ആർക്കറിയാം. ബാലയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണ്ടേ? പാവം, അവള് നല്ല ഉറക്കമായിരിക്കും, വിളിക്കണ്ട. ഉറങ്ങുമ്പോഴെങ്കിലും അതിനല്പം സമാധാനം കിട്ടട്ടെ. നിന്റെ ഈ മാറ്റത്തില് എനിക്ക് അത്ഭുതം തോന്നുന്നു വിമലേ. എന്റെ ഉള്ളിൽ നല്ലൊരു അമ്മായിയമ്മ ഉണ്ടായിരുന്നു. പക്ഷെ ബാലയുടെ കാര്യത്തിൽ എനിക്ക് നീതി കാട്ടാൻ കഴിഞ്ഞില്ല. അതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ പോകുന്നത് പൊന്നുപോലെ അവളെ സ്നേഹിച്ചാവും. എന്തായി സേതു? അയാൾ വിടില്ല. അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇങ്ങനെ പോയാ ബാലയെ പോലെ ഞാനും ഒരു കൊലപാതകയാവും. മോനെ, ഇനി എന്താ ചെയ്യാ? ബാല, 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 ബാലെ, ബാല, ബാല, നിനക്കെന്താ പറ്റിയത്? ബാല, എന്ത് പറ്റി? നിനക്കെന്താ പറ്റിയത് ബാലെ? ബാലെ, എന്ത് പറ്റി മോളെ? സേതു, എന്ത് പറ്റിയടാ? ബാലെ, എന്ത് പറ്റി? നിനക്കെന്താ പറ്റിയത്? ബാലെ, ഞാൻ സേതുവേട്ടനാണ്. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ. ബാലെ, ബാലെ, ഞാൻ സ്റ്റീഫൻ അല്ല, ഞാൻ സേതുവാണ്. ബാലെ, നീ എന്താ ഇങ്ങനെ? മോനെ സേതു, എന്താ ഇത്? ബാലെ, മോനെ സേതു, ബാലെ, ഇത് ഞാനാ, എന്റെ സേതുവേട്ടൻ. ബാലെ, നിനക്ക് എന്ത് പറ്റി? മോനെ സേതു, എന്താ ഇത്? എനിക്ക് എല്ലാരും പേടിയാ, എനിക്ക് സ്റ്റീഫനെ പേടിയാ. മോനെ സേതു, ബാലെ, ഇത് ഞാനാ, എന്റെ സേതുവേട്ടൻ. ബാലെ, നിനക്ക് എന്ത് പറ്റി? മോനെ സേതു, എന്താ ഇത്? എനിക്ക് എല്ലാരും പേടിയാ, എനിക്ക് സ്റ്റീഫനെ പേടിയാ. നിങ്ങൾ എല്ലാരും സ്റ്റീഫന്റെ ആളുകളാ, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. നീ എന്തൊക്കെയാ ബാലെ പറയുന്നത്? ബാലെ, ഇത് ഞാനാ, നിന്റെ സേതുവേട്ടൻ. അല്ല, അല്ല, പ്ലീസ് എന്നെ കൊല്ലരുത്. ബാലെ, എന്നെ നശിപ്പിച്ച ആളാ നിങ്ങള്. അല്ല ബാലെ, ഞാൻ നിന്റെ സേതുവേട്ടനാ. ബാലെ, ഞാൻ പറയുന്നത് കേക്ക്. ബാലെ, നിനക്കെന്താ പറ്റിയത്? ബാലെ, ബാലെ, ഞാൻ സേതുവേട്ടനാണെന്ന്. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ പ്ലീസ്. ബാലെ, ബാലെ പറയുന്നേക്ക്, ഞാൻ നിന്റെ സേതുവേട്ടനാണെന്ന്. നിങ്ങൾ സേതുവേട്ടനല്ല. എന്നെ നശിപ്പിക്കല്ലേ, ഞാനൊരു പാവം. ബാലെ, ബാലെ, ബാല, ബാലെ, സേതു, ബാലെ, എന്താ ചെയ്യാ? സത്യം സത്യമായി തന്നെ ഇവിടെ ബോധിപ്പിച്ച നിനക്ക് രക്ഷപ്പെടാം. കളവ് പറഞ്ഞ ഇനി നീ നിന്റെ പഴയ ബേക്കറി കച്ചവടത്തിന് പോയില്ല. എനിക്കറിയില്ല മാഡം, എത്രയോ പേര് ഓരോ ദിവസവും വന്നു പോകുന്നതാ. നിനക്കറിയാം. എന്നെ നിനക്ക് മനസ്സിലായോ? അത്
ഞാനല്ലാതെ വേറെ ആരാടാ സെയിം കേക്ക് വാങ്ങിയത്? പറയടാ, പറയാൻ. എന്താണ് ഇവൻ പറയണത്? ഇവൻ സത്യം പറയുമെന്ന് തോന്നുന്നില്ല. അവനെ കൊണ്ട് പറയിപ്പിക്കണം. ആരാടാ എന്നാ കേക്ക് വാങ്ങിയത്? സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. ഞാൻ പറയുന്നത് സത്യം സാറേ. നീ കച്ചവടക്കാരനാണ്, ബുദ്ധിയുള്ള ഷൈലോക്ക്. ഷോപ്പിൽ വരുന്ന ഓരോ കസ്റ്റമറും നിന്റെ മനസ്സാകുന്ന ക്യാമറന്റെ ഫ്രെയിമിൽ പതിയാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. എനിക്കറിയില്ല സാറേ, സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല. കോടന്റെ കമ്പി നിന്റെ കഴുത്തിൽ ഞാൻ കുത്തി കേട്ടു. പറയടാ. അത് സാറിന്റെ മുഖച്ഛായ ഉള്ള ഒരാള് അന്ന് അവിടെ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് സാറേ. എന്നെ പോലാളടാ, എന്നെ പോലാളാ, എന്നെ പോലാളാ, എന്നെ പോലാളടാ, എന്നെ പോലാളടാ, എന്നെ പോലാളടാ, എന്നെ പോലാളടാ. മനാടിയരെ, മതി. ഇനി ഇങ്ങനെ തല്ലി അയാൾ ചത്തുപോവും. അവൻ പറഞ്ഞത് കേട്ടില്ലമ്മാ, എന്നെ പോലാളെന്ന്. അവനൊക്കെ തച്ച് കൊല്ലണോ? രക്ഷപ്പെടാൻ വേണ്ടി അവൻ എന്തു പറയൂ?